ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പെൺകുട്ടികൾക്ക് ക്രഷ് അടിക്കുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരിൽ കാണാൻ പറ്റുന്ന ചില സൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പെൺകുട്ടികൾക്ക് ക്രഷ് അടിക്കുമ്പോൾ പൊതുവെ അവർ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐസസ് വാച്ചിങ് ആണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ രണ്ട് കണ്ണുകളും പിന്നെ നിങ്ങളുടെ പിറകെയാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടൊക്കെ മിണ്ടുമ്പോഴത്തേക്കും ആ രണ്ട് കണ്ണുകളും നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് നിരീക്ഷിച്ചാൽ മതി. അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ എപ്പോഴും നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ അവരുടെ നേരെ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ണും മാറ്റും. നിങ്ങൾ അങ്ങനെ അറിയണ്ട, അവർ നോക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ ആ കണ്ണുകൾ പെട്ടെന്ന് മാറ്റുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ കണ്ണൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരൊറ്റ സൈൻ വെച്ചിട്ട് മാത്രം ആർക്കും ആരോടും ക്രഷ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ബാക്കിയുള്ള സൈൻ കൂടി എന്താണെന്ന് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എപ്പോഴും അവളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഒന്നും അവൾ അങ്ങനെ പുറത്തൊന്നും പറയത്തില്ല. പക്ഷെ അവളുടെ പെരുമാറ്റം, അവളുടെ രീതി, ഇതിൽ വന്ന ചേഞ്ചസ്, ഇതിലൂടെ അവളുടെ ഫ്രണ്ട്സ് ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് അവളോട് ചോദിക്കുകയും ചെയ്യും. 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഫ്രണ്ട്സ് ഇതെല്ലാം അറിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കാണുമ്പോഴത്തേക്കും അവളുടെ ഫ്രണ്ട്സ് അവളുടെ പേരിൻ്റെ ഇനിഷ്യലായിട്ട്, അതായത് അവളുടെ പേരിൻ്റെ ബാക്കിയായിട്ട് നിങ്ങളുടെ പേരാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കും. എന്നിട്ട് പെട്ടെന്ന് പറയും, അയ്യോ സോറി ഡി, മാറിപ്പോയതാ എന്നും പറഞ്ഞിട്ട് അവളുടെ ഒറിജിനൽ നെയിം വിളിക്കും. ഇങ്ങനെ അവളുടെ പേരിൻ്റെ ബാക്കിയായിട്ട് നിങ്ങളുടെ പേര് വിളിക്കുന്നുണ്ടോ? പിന്നെ തോളുകൊണ്ട് ഇങ്ങനെ തട്ടും, ദേ വന്നു, ദേ വന്നു, നോക്ക് നോക്ക്, ഈ ഒരു രീതിയിൽ തോളുകൊണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ അവളെ തട്ടി നിങ്ങളെ കാണിക്കും. ഇതും നല്ലൊരു സൈനാണ്. അതേപോലെ തന്നെ നിങ്ങളെ കാണുമ്പോഴത്തേക്കും വല്ലാത്ത ഒരു രീതിയിൽ നാക്കിയൊന്ന് ചുമയ്ക്കും. വലിയ സൗണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് കളിയാക്കി ചുമയ്ക്കും ഫ്രണ്ട്സ്. അതേപോലെ തന്നെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കും, ദേ വന്നു ദേ വന്നു എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ട് ഫ്രണ്ട്സ് അവളെ കാണിച്ചു കൊടുക്കും നിങ്ങളെ. അതേപോലെ തന്നെ ഇപ്പം എല്ലാവരോടും കൂടി നിൽക്കുകയാണെങ്കിൽ എല്ലാവരോടും കൂടി ഒരുമിച്ച് അടക്കിച്ചിരിക്കും. അടക്കിച്ചിരിക്കുക എന്ന് പറയുന്നത് വാ പൊത്തിയിട്ട് സൗണ്ട് ഇല്ലാതെ പയ്യെ അങ്ങോട്ട് ചിരിക്കും. എന്നിട്ട് നിങ്ങളെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ അവളുടെ ഫ്രണ്ട്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയ കാര്യം എന്ന് പറയുന്നത് അവളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ടെൻഷനാണ്. അതായത് ഒരു പേടി. നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ക്രഷ് അടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ നിങ്ങളോടൊരു ചെറിയൊരു അട്രാക്ഷൻ എങ്കിലും ഫീൽ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും ആ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്നൊരു പേടി വരും. അതായത് ഇപ്പോൾ അവൾക്ക് നിങ്ങളോട് ചെറിയൊരു അട്രാക്ഷനേ ഉള്ളൂ, വലിയ ക്രഷും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു ഇഷ്ടം ഉള്ളിൽ തോന്നി, ഒരു ചെറിയൊരു അട്രാക്ഷൻ, എങ്കിൽ പോലും നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിക്ക് വല്ലാത്തൊരു പേടി ഉണ്ടാവും. അപ്പോൾ ക്രഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ ഒരു പെൺകുട്ടി വല്ലാണ്ട് അങ്ങോട്ട് വേർക്കും. ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന കാണാം. നിങ്ങളൊന്ന് അടുത്തൂടെ പോയി കഴിയുമ്പോഴത്തേക്കും ആകെ ഒരു ടെൻഷൻ, ഒരു പേടി. ഇങ്ങനെ നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടി വല്ലാതെ അങ്ങോട്ട് പേടിക്കുക അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. എത്രയൊക്കെ ക്രഷ് അടിച്ചു എന്ന് പറഞ്ഞാലും അവൾക്ക് എന്താണെങ്കിലും നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഒരു പേടി വരും. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫ്രീക്വൻ്റ് സ്മൈലിംഗ് ആണ്.
അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒക്കെ ഇങ്ങനെ ചിരിച്ചു കാണിക്കാറുണ്ടോ? എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ ഒക്കെ ആ ഒരു പെൺകുട്ടി നിങ്ങളെ ചിരിച്ചു കാണിക്കും. എന്നിട്ട് ചിരിച്ചിട്ട് ഫേസ് അങ്ങോട്ട് മാറ്റുകയും ചെയ്യും കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ നോക്കി ചിരിക്കുകയല്ല ചെയ്യുന്നത്, ചിരിച്ചിട്ട് പെട്ടെന്ന് ഫേസ് അങ്ങോട്ട് മാറ്റും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ കാണുമ്പോൾ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, അതായത് സാധാരണ മറ്റുള്ളവരോട് ചിരിക്കുന്നതിലും കൂടുതലായിട്ട് നിങ്ങളോട് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നന്നായിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണേ. നമ്മുടെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മിററിങ് ബിഹേവിയറാണ്. അതായത് ആ ഒരു പെൺകുട്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതായത് നിങ്ങൾ നടക്കുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ആ ഒരു പെൺകുട്ടി നടക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ പറയുന്ന രീതി ഉണ്ടല്ലോ, സംസാരിക്കുന്ന രീതി, അതേപോലെയൊക്കെ ആ ഒരു പെൺകുട്ടി സംസാരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ഏത് സമയം ഒരു കൈ കൊണ്ട് ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ കയറ്റി വയ്ക്കും, ഇറക്കി വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ കണ്ണാടി വെക്കുന്ന ആളായിരിക്കില്ല, എങ്കിൽ പോലും ഇങ്ങനെയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ ഇങ്ങനെ കാണിച്ചു തരും. അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തമാശ പോലെയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി നിങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ടച്ചിങ്സ് ആണ്. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയോട് കൂടി ഇപ്പോൾ സംസാരിക്കുകയാണ്, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടി ഒന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ നുള്ളുക, പിച്ചുക, മാന്തുക ഇങ്ങനെയൊക്കെ കാണിക്കും. അതായത് വെറുതെ ഒന്ന് ടച്ച് ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ടച്ച് ചെയ്യുക, ഇങ്ങനെ നുള്ളുക, പിച്ചുക, മാന്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 6ാമത്തെ സൈന്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 6 സൈനിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഡൗട്ടുകളായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങളും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയത്. അപ്പോൾ ഈ 6 കാര്യങ്ങളും അങ്ങനെ ഡൗട്ടിലൂടെ വന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൗട്ടൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.